Hi everyone, in this video, Microsoft Excel use ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ Microsoft Wordൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പണിയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പണി കഴിയും. ഇൻസേർട്ടിൽ പോയിട്ട് നമ്മൾ ടേബിൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കോളം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോളംസ് കിട്ടുന്നു. താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും റോസ് കൂടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കാറ് പൊതുവേ അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേബിൾസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇൻസേർട്ടിൽ ടേബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സലിൻ്റെ ഒരു ഷീറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാറ് അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ. ഇനി അതല്ലാതെ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇൻസേർട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റിൽ താഴെ ഒബ്ജക്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ നിന്നൊക്കെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്രിയേറ്റ് ഫ്രം ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഫയലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്കിവിടെ വർക്ക്ഷീറ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫ് ചാർട്ടിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ പവർ പോയിന്റ് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടേക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റ് എന്നുള്ള വർക്ക് ഷീറ്റ് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ സാധാരണ നമ്മൾ നേരത്തെ കിട്ടിയ പോലെ തന്നെ ഒരു കോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. പൊതുവെ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ പോലെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടേബിളിൽ കണ്ടന്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ മെർജ് ചെയ്യാം. സാധാരണ നമ്മൾ എക്സലിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നോ അതൊക്കെ നമുക്കിവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടേബിൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ വേർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒന്നും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. മാത്രമല്ല പൊതുവെ എക്സലിൽ ചെയ്യുന്ന ആ ഒരു ഫ്ലോ കിട്ടില്ല. അപ്പോൾ ആ ഒരു ഡ്രോബാക്കിന് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. കണ്ടന്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടന്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ ഒരു കാണുന്ന ഭാഗത്തുള്ള കണ്ടന്റ് മാത്രമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ താഴെയുള്ള ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ആയിട്ട് കൂടുതൽ ഈ ഒരു ഒബ്ജക്റ്റിലത്തെ കണ്ടന്റ് വിസിബിൾ ആവുന്ന രീതിക്ക് വലിച്ചു കൊടുത്താൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെർജ് ചെയ്യാം. അതുപോലെ ടെക്സ്റ്റ് റാപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. കൂടാതെ കോളംസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കോളംസ് ആയാലും റോസ് ആയാലും. അപ്പോൾ ഇതാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആവശ്യത്തിനുള്ള കണ്ടന്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പുറത്തായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ആ ഒരു സൈഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വേർഡിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇൻസേർട്ടായിട്ട് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാനൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ബാക്കിൽ കുറച്ച് സെൽസ് കാണുന്നുണ്ട്. അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്കി സൈഡിലുള്ള കോളം ഉണ്ടല്ലോ ആ ഒരു ഇത് നമ്മൾ ബോക്സ് അല്ലെങ്കിൽ ആ ഒരു വിൻഡോ നമ്മൾ കറക്റ്റ് ആ ഒരു സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു സൈസിലോട്ട് ഇത് മാറുന്നതായിട്ട് കാണാനായിട്ട് പറ്റും.